മുസ്ലിം ലീഗിനെയും ക്രൈസ്തവ സഭകളെയും വിമർശിച്ചു മുഖ്യമന്ത്രി തൃശൂരിൽ ബിജെപിയുമായി ചില വിഭാഗങ്ങൾ ചർച്ച നടത്തിയെന്നും ബിജെപിയെ വിജയിപ്പിച്ച ശക്തികൾ അവർ സ്വീകരിച്ച നടപടി ശരിയായോ എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ്ഡിപിയുടെയും മുഖമായെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിക്ക് ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞു എന്നത് ഗൗരവപൂർവ്വം പരിശോധിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ക്രൈസ്തവ സഭകളെ പേരെടുത്ത് പറയാതെ വിമർശിച്ചു. രാജ്യത്ത് പലയിടത്തും ആക്രമണത്തിന് വിധേയരായവരെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന വിഭാഗം കേരളത്തിൽ ബിജെപിയെ പിന്തുണച്ചു. നാടിന്റെ സംസ്കാരത്തിന് ചേരാത്ത ആ നിലപാട് ശരിയായോ എന്ന് അവർ പരിശോധിക്കട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ ഈ പരസ്പര ധാരണയുടെ ഭാഗമായി നിലപാടുകളും സ്വീകരിക്കപ്പെട്ടല്ലോ. ഇനിയെങ്കിലും ചെയ്തത് ശരിയായോ എന്ന് അത്തരം ആളുകൾ ചിന്തിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. UDFന് 18 സീറ്റ് നേടാനായപ്പോഴും മുഖ്യ ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം നഷ്ടപ്പെടുകയാണ്. മുസ്ലിം ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മുഖമായി. ഇതിൽ കോൺഗ്രസ് വിയോജിപ്പ് പോലും പ്രകടിപ്പിച്ചില്ല. ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിന്റെ മുഖം SDPIയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? നിങ്ങളും ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള നീക്കമല്ലേ ഉണ്ടായത്? അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കോൺഗ്രസിനുണ്ടായോ? LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിരോധത്തിന്റെ ഭാഗമായല്ല അത്തരം ഫലം വന്നതെന്ന് മുഖ്യമന്ത്രി സ്വയം ന്യായീകരിച്ചു. രാജ്യത്തെ ഒരേയൊരു ഇടത് സർക്കാരിനെ തകർക്കാൻ കേരളത്തിലെ എല്ലാ വലതുപക്ഷവും ഒരുമിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അർഹതപ്പെട്ട DAയും ക്ഷേമ പെൻഷനും സർക്കാർ ഉറപ്പു നൽകുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.